നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ പെട്ട അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇന്നിപ്പോൾ 7ാം ദിവസവും പിന്നിടുകയാണ്. ഈ സമയവും പ്രതീക്ഷയുടെ നേർത്ത ഒരു കണം പോലും ബാക്കിയാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ സേനയും മടങ്ങുകയാണ്. ഇനി നാളെ NDRFൻ്റെ വിദഗ്ധ സംഘം എത്തും എന്നൊക്കെ പറയുന്നു. ഇന്നും പ്രതീക്ഷിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാകും. ഇന്നിപ്പോൾ എന്തോ ഉയർന്ന ശേഷിയുള്ള റഡാർ എത്തും എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി എല്ലാം പരാജയമാണ്. എല്ലാ സംവിധാനങ്ങളും ഇതുവരെയുള്ളതെല്ലാം പരാജയമാണ്. ഇനി നാളെ എന്താണ് പ്രതീക്ഷിക്കാൻ വകയുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് സംസാരിക്കുകയാണ്. നിഷാദ്, ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും പോലെ നമ്മൾ ഈ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ പലതരം സംവിധാനങ്ങളും ജലം ഉണ്ടോ എന്ന് അന്വേഷിക്കാനൊക്കെ വേണ്ടിയുള്ള പലതരം സംവിധാനങ്ങൾ അയക്കുന്നു. പക്ഷേ ഇപ്പോഴും 7 ദിവസമായി മണ്ണിനടിയിൽ ആ ലോറി ഉണ്ടോ, ഒരു മനുഷ്യനുണ്ടോ എന്ന് തിരഞ്ഞു കണ്ടെത്താൻ പ്രാപ്യമായ ഒരു സംവിധാനം നമ്മുടെ അടുത്തില്ല എന്നുള്ളത് എത്ര കണ്ടത് നിരാശാജനകമായതാണ്. അല്ല, ഈ കാര്യത്തിൽ നമുക്കൊരു സോളിഡായിട്ടുള്ള വിവരം കിട്ടുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. ടെക്നോളജി പുരോഗമിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ ദുരന്തമുഖത്തും വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനമാക്കപ്പെടും എന്ന് ചിന്തിക്കുന്നതിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് നടക്കുകയും അതിൻ്റെ ദുരന്തവും ആ സെക്കൻഡിൽ സംഭവിക്കും. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആളപായം എന്ന് പറയുന്ന സംഗതി പോലും അപ്പോൾ നടക്കും. ഇപ്പോൾ നമുക്ക് കവളപ്പാറ ഓർമ്മയുണ്ട്. കവളപ്പാറയിൽ പോലും അതിനകത്ത് അടിയിൽ പെട്ടുപോയ മുഴുവൻ മനുഷ്യരെയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം ടൺ കണക്കിന് മണ്ണ് വന്ന് വീഴുകയാണ് ഒരു വലിയ ഒരു ഏരിയയിൽ. അവിടെ എവിടെയാണ് ഒറ്റ ഒരു മനുഷ്യന് വേണ്ടി തെരച്ചിൽ നടത്തുക, ഒരു ചെറിയ ഒബ്ജക്റ്റിന് വേണ്ടി. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു കമ്പാരിറ്റീവ്ലി വലിയൊരു ഏരിയയിൽ ഒരു ലോറിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ അതിനതിൻ്റേതായ പരിമിതികളുണ്ട്. എവിടെയൊക്കെ കുഴിച്ച് നോക്കിയാണ് കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ മെറ്റൽ ഉണ്ടോ എന്ന് അറിയാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. ഭൂമിക്കടിയിൽ ഇത്രയും താഴേക്ക് ഒരു പ്രത്യേക ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അൾട്രാസോണോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം നിലവിലില്ല. അപ്പോൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമത്തിൽ ചെയ്ത് എന്താ പറയുക, ആളുണ്ടോ അല്ലെങ്കിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഫൈനലി നമ്മൾ മനസ്സിലാക്കുന്ന കരയിലില്ല എന്ന് സൈന്യം പറയുന്നു. അപ്പോൾ ഇനി പുഴയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നാളെ പുഴയിൽ തെരച്ചിൽ നടത്തണം. ഇവിടെ ഇനിയിപ്പോൾ വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നടത്തണം. ഞാൻ കാണുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ 7 ദിവസമായിട്ടും ഒരു മനുഷ്യനും അയാൾ അകപ്പെട്ടു പോയ ലോറിക്കും വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. അത് അവസാനിപ്പിച്ച് പോയിട്ടില്ലല്ലോ. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും വന്ന് അവിടെ പ്രവർത്തിക്കുന്നു, പരിശോധിക്കുന്നു എന്നുള്ളത് നമ്മുടെ സിസ്റ്റം അതിനകത്ത് ഉണർന്ന് നിൽക്കുന്നുള്ളതാണ്. പിന്നെ തുടക്കത്തിലെ അതിനകത്ത് ആവേശക്കുറവുണ്ടായതുകൊണ്ടാണ് അയാളെ ജീവനോടെ ഇപ്പോൾ രക്ഷിച്ചെടുക്കാൻ കഴിയാതിരുന്നത് എന്ന് പറയുന്നതിലും ലോജിക്കലി കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആക്റ്റീവായല്ലോ. ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിൻ്റെ ഡെൻസിറ്റി ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞ് എല്ലാവരും ആക്റ്റീവായി 4 ദിവസം പിന്നിട്ടു. വളരെ ആക്റ്റീവായിട്ടുള്ള 4 ദിവസം പിന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 4 ദിവസം പിന്നിട്ടു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടെ തുടക്കത്തിലെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അയാളെ ജീവനോടെ രക്ഷിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പോലും നമ്മുടെ ഒരു വൈകാരിക അതിരേകമാണ്, ആവേശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമ്മൾ ഈ ഇത് നടത്തുകയാണ്. ഇപ്പോൾ ദുരന്തങ്ങൾ ഈ മഴയുടെ ഭാഗമായിട്ട് എവിടെയെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു അമ്മയും പ്രായപൂർത്തിയായ അവരുടെ മകനും, ജോലിക്ക് പോകുന്ന മകനാണ്, വീടിൻ്റെ സൈഡിലൊരു ഭിത്തി ഇടിഞ്ഞ് കട്ടിലിന് മുകളിലേക്ക് 2 പേരും മരിച്ചു. ആളപായത്തിന് കണക്കെടുത്താൽ കുറച്ചൊരു വലിയ ദുരന്തമാണ്. അപ്പോൾ മഴയിൽ ഇത്ര ഉണ്ടാകുന്ന അവിചാരിതവും വലുതുമായ ദുരന്തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നാണിത്. ഇപ്പോഴും അവരുടെ കുടുംബത്തിന് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടിക്കാൻ കഴിയട്ടെ, എന്തെങ്കിലും പ്രത്യാശാനിർഭരമായ വിവരങ്ങൾ കിട്ടുമെങ്കിൽ കരുതട്ടെ. പക്ഷേ അവർ പറയുന്ന ഒന്ന്, മണ്ണടിയിലുണ്ട്, വണ്ടിക്കകത്ത് പാതി ഇന്ധനമുണ്ട്, AC പ്രവർത്തിപ്പിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ജീവനോടെ ഇരിക്കാൻ കഴിയില്ലെന്നൊക്കെയാണ്. അതൊന്നും എനിക്ക് എന്തുമാത്രം ടെക്നിക്കലി ശരിയായ ഒരു പ്രതീക്ഷയാണെന്ന് അറിയില്ല. കാരണം ഫുള്ളി മൂടിപ്പോയൊരു സ്ഥലത്ത് AC മാത്രമേ പ്രവർത്തിച്ചകത്ത് വായു നിലനിർത്താൻ കഴിയുമോ? എല്ലാം മൂടിപ്പോകുന്നൊരു സ്ഥലത്ത് വണ്ടി ഓണാക്കി നിലനിർത്താൻ പറ്റുമോ? അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. സോ അതൊരു കാര്യമുണ്ട്. എന്തുമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളതൊന്ന്, ഇവിടെ നിന്ന് പോയിട്ടുള്ള രക്ഷാപ്രവർത്തകരാണ്. അവരെ ഇപ്പോൾ അവിടുത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വാർത്ത നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലായിടത്തും ഒരുപോലെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റില്ല. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ട്രെയിൻഡ് ആയ ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനമുണ്ട്. മിഷനറി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് സ്കിൽഡായ ആളുകൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൻ്റെ മെക്കാനിക്കൽ ഏരിയയെക്കുറിച്ചും ടെക്നിക്കൽ ഏരിയയെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളവിടെ എല്ലാവരും കൂടി പോയി കുറേ ബഹളം വെച്ചിട്ടോ ആവേശം കാണിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് അവിടുത്തെ ഫോഴ്സസ് ആൻഡ് അവിടുത്തെ ടീം നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഉചിതമായ മാർഗ്ഗം. അല്ലാതെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ പോകും, ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞ് ആവേശം കാണിക്കുന്നതിലും വലിയ കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അതിനകത്തിപ്പോൾ ആരെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. ഇൻ ടോട്ടൽ എൻ്റെ ഒരു ഫീൽ ഒരു നിർഭാഗ്യാവസ്ഥയാണ്, ദൗർഭാഗ്യകരമായ ഒരു ദുരന്തം എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതിനകത്ത് എന്തെങ്കിലും
ഒരു പ്രതീക്ഷയുടെ തുമ്പുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നമ്മുടെ പരിശ്രമം. ദാറ്റ്സ് ഓൾ. നൗഫൽ, നിഷാദ് സൂചിപ്പിച്ചത് നമുക്ക് ആരെയും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനൊക്കില്ല. കാരണം സിസ്റ്റം മുഴുവൻ കഴിഞ്ഞ 4 ദിവസമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പക്ഷേ റിസൾട്ട് ഇല്ല എന്നുള്ളത് ഉക്രമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇനിയും ഏതർത്ഥത്തിൽ കാത്തിരിക്കണം എന്നുള്ള ചോദ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആ കുടുംബത്തിനോട് എന്തുത്തരം പറയാനുണ്ടാവും? സൈഫ്, നമുക്കിപ്പം ഈ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം കവളപ്പാറയിലും പുത്തുമലയിലും ഇതുപോലെയുള്ള അപകടം ഉണ്ടായി. ഈ 2 അപകടങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ റിയാക്ട് ചെയ്തു, സംവിധാനങ്ങൾ വന്നു, ഒരു നാട് കൈമെയ് മറന്ന് പ്രവർത്തിച്ചു. പക്ഷേ ഇപ്പോഴും കവളപ്പാറയിൽ 11 പേരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല, പുത്തുമലയിൽ 5 പേരെയും കണ്ടെത്താനായിട്ടില്ല. അപ്പം ഈ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഇതിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഹെലിക്യാം വിഷ്വൽസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം കൃത്യമായി ബോധ്യമാകുന്നത്. കാരണം ഒരു മല ഒന്നാകെ ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയാണ്. താഴെ ഈ ലോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോറി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വാഹനമാണ്. പക്ഷേ ഈ ഇടിഞ്ഞു വരുന്ന മലയ്ക്ക് ഈ ലോറി ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഒരു മല ഇങ്ങ് മാറ്റി വെച്ചോ? മല അങ്ങ് മാറ്റി വെച്ചോ. ഒരു ടാങ്കർ ലോറി ഇവിടെ കിടക്കുന്നത് പുഴയിലാണല്ലോ. അങ്ങനെ അവിടെയുള്ള കട നശിച്ചു പോകുന്നു, കട ഒലിച്ചു പോകുന്നു, അതിൻ്റെ കൂടെ ഈ ലോറിയും ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രതീക്ഷ ഈ ലോറി എന്ന് പറഞ്ഞാൽ 7 ടൺ ഭാരമുള്ള ലോറിയാണ്. അതിന് മേലെ അതിനേക്കാൾ എത്രയോ ടൺ ഭാരമുള്ള മരം കയറ്റിയിട്ടുണ്ട്. ആ ഭാരമൊക്കെ നമ്മുടെ മനസ്സിൽ കാണാവുന്ന ഭാരമാണ്. ആ ഭാരം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ലോറി ഒലിച്ചു പോയിട്ടുണ്ടാകില്ല, ഈ മണ്ണിന് കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടാകില്ല, അതൊക്കെ നമ്മൾ ധരിക്കുകയാണ്. പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമാണ്, അതിനിടയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇപ്പം ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞത് കരയിൽ ലോറി ഇല്ല എന്ന് ഏകദേശം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ പുഴയിൽ എവിടെയായിരിക്കും ലോറി? വല്ലാത്തൊരു, ഇനി നമുക്ക് ഈ ലോറി കണ്ടെത്താനേ പറ്റൂ. ലോറി എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് തിരയാൻ തന്നെ നമുക്കൊരു പ്രതീക്ഷ വരുന്നത്. കാരണം ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ നമ്മൾ എവിടെ തിരയും? അതൊരു വല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ലോറി ഉണ്ടായതുകൊണ്ട് ലോറിക്ക് അകത്ത് അർജുൻ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഈ തിരയുന്നതൊക്കെ. അപ്പം അതാണ് ഇതിലൊരു പ്രശ്നം. പക്ഷേ ഈ പറയുന്ന പോലെ തുടക്കത്തിലുണ്ടായ ഈ വൈകൽ അത് ശരിക്കും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല, അതിൽ തർക്കമില്ല. കാരണം ഈ വൈകിയത് കൊണ്ട് രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും അങ്ങനെ വൈകാൻ പാടില്ലായിരുന്നു. കാരണം ഒരു സർക്കാർ ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ കാലവർഷത്തിൻ്റെ സമയത്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ വളരെ വിജനമായൊരു സ്ഥലമാണ്, നാട്ടുകാർ ഓടിക്കൂടാൻ നാട്ടുകാരില്ല, യാത്രക്കാരും തന്നെ അങ്ങോട്ടേക്ക് വരില്ല, ഈ ഇതിൻ്റെ അങ്ങനെ ആരും വരില്ല. പക്ഷേ അവിടെ സർക്കാർ മാത്രമേ നമുക്ക് അവലംബിക്കാനാകെ ഒരു അത്താണിയുള്ളൂ. അതുകൊണ്ട് സർക്കാർ തുടക്കത്തിൽ ആക്ട് ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പോൾ ആക്ട് ചെയ്താലും ഈ രക്ഷാപ്രവർത്തന പ്രക്രിയ നടന്നോളണമെന്നൊന്നുമില്ല. പക്ഷേ അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് സർക്കാർ അല്പം പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യേണ്ടി വന്നത്. അവരുടെ പ്രഷറൈസിലാണ് അവരൊക്കെ കൂടുതലായി അവിടെ സംവിധാനങ്ങൾക്ക് എത്തിയതെന്നുള്ള സത്യമാണ്. പക്ഷേ അതുകൊണ്ട് ഈ വൈകൽ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വേറെ സത്യം. പക്ഷേ വൈകാൻ പാടില്ലായിരുന്നു. തീർച്ചയായും ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായ കാര്യക്ഷമമായ വേഗത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് ഇപ്പോഴും പരാജയമായ ദൗത്യത്തിന് അതൊരു ഒരു നിരാശാജനകമായ ഒരു തുടക്കമായിരുന്നു അന്നുണ്ടായത് എന്നുള്ളത് കുടുംബം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അതെല്ലാവരും അത് ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഒരു നല്ല വാർത്തയ്ക്ക്.